ആസ് എൻ ഓട്ടോ ജേർണലിസ്റ്റ് ഞാൻ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും നല്ല ഓഫ് റോഡർ ഏതാണ്. അങ്ങനെ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാടെണ്ണുണ്ട്. അങ്ങ് സീട്രോസും യൂണിമോഗും മുതൽ നമ്മൾ വില്ലീസ് വരെ മികച്ച ഓഫ് റോഡേഴ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ജി വാഗൺ ആവട്ടെ, ഡിഫൻഡർ ആവട്ടെ, ലാൻഡ് ക്രൂസർ ആവട്ടെ, പെട്രോൾ ആവട്ടെ, ഇനി പെജറോ, റുബിക്കോൺ, ബ്രോങ്കോ, അങ്ങനെ പലതുണ്ട്. എന്തിനേറെ നമ്മൾ താറാവട്ടെ, അതേപോലെ തന്നെ ജിംനി ആവട്ടെ, ഇതെല്ലാം തന്നെ മികച്ച ഓഫ് റോഡേഴ്സാണ്. ഓരോന്നിനും അതിൻ്റെ അഡ്വാൻറ്റേജസും ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓരോരുത്തരുടെ പ്രവർത്തന മേഖല അനുസരിച്ച് മാറും ചെയ്യും. ജിംനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി മെക്കാനിക്കലായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡറാണ്. വളരെ കേപ്പബിളാണ്. അതിൻ്റെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ വെച്ച് നോക്കിയാൽ അടിപൊളി ഓഫ് റോഡറാണ്. ഈ ഒരു ഓഫ് റോഡറിനെ കൂടുതൽ മികച്ചതാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് റിയർ വീൽ സ്റ്റിയറിംഗ് ഓർ ഫോർ വീൽ സ്റ്റിയറിംഗ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫുള്ളി ഫോർ വീൽ സ്റ്റിയറിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇത് ഫ്ലൈ വീലിൻ്റെ തന്നെ വണ്ടിയാണ്, നമ്മുടെ സുജിയുടെ വണ്ടിയാണ്. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാണ്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള മെച്ചങ്ങളുണ്ട്, എന്തൊക്കെ ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മളൊന്ന് നോക്കുന്നത്. എ വെരി എക്സ്ക്ലൂസീവ് ഫോർ യു. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. സോ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റിയർ വീലിലെ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ റിയർ വീലിലെ സ്റ്റിയറിംഗ് നിങ്ങൾ ചിലപ്പം പല വണ്ടിയിലും കണ്ടിട്ടുണ്ടാവും. നമുക്കത് ഹമ്മർ EV മുതൽ ഇങ്ങോട്ട് ഓർത്ത് കഴിഞ്ഞാൽ പല വണ്ടിയും കാണാം. പക്ഷേ ഇത് മെക്കാനിക്കൽ വെഹിക്കിളായിട്ടുള്ള ഒരു വണ്ടിയാണ്, ഇലക്ട്രിക് അല്ല. ഫുള്ളി മെക്കാനിക്കലായിട്ടുള്ള മോട്ടോർ വെഹിക്കിളാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും കാണാറില്ല. RSI കോമ്പറ്റീഷന് പോകുന്ന മുതലുള്ള പല ഓഫ് റോഡ് വെഹിക്കിളാണ് നമ്മൾ കണ്ടുവന്നിട്ടില്ല. അതിൽ നമ്മൾ ജിപ്സിയിൽ കണ്ടിട്ടുണ്ട്, താറിൽ കണ്ടിട്ടുണ്ട്, ജീപ്പിലെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ ജിംനിയിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇനി നിങ്ങൾ എവിടെയും കണ്ടെന്നുണ്ടെങ്കിൽ അതും കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന പ്രോപ്പർ ജിംനിയുടെ ആക്സലാണ്. നിങ്ങൾ വേറെ ഒന്നും കണ്ട അതെല്ലാം തന്നെ ജിംനിയുടെ ആക്സലല്ല, ജീപ്പിൻ്റെ ആക്സലല്ല ചെയ്തിട്ടുള്ളത്. അത് ഒറ്റ സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും അവർ ചെയ്തതിനേക്കാളും പെർഫെക്റ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ളി ജിംനിയുടെ ആക്സൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ പുറമെ ഇത് ഫുള്ളി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. നമുക്ക് അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാം. ഇത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. നമുക്ക് ഓപ്പോസിറ്റ് ടേൺ ചെയ്യാനും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ക്രാബ് വാക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇതിൻ്റെ പുറമെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു വണ്ടികൾക്ക് ഇല്ലാത്ത, ഇത് റോഡിൽ ഓടിക്കുമ്പോൾ സാധാരണ നമ്മൾ ഓടിക്കുന്ന ജിംനി പോലെ തന്നെ ഓടിക്കാൻ പറ്റും. ഹയർ സ്പീഡ് പോകുന്നുണ്ടോ ടേൺ എടുക്കുന്നുണ്ടോ ഒന്നും കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇതിൻ്റെ മെക്കാനിക്കൽ യൂസേജും അതുപോലെ തന്നെ പേർപ്പസും എങ്ങനെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ടേൺ ആയിട്ടാണെങ്കിൽ ഇത് ചെറിയൊരു കാര്യത്തിൽ തന്നെ നമുക്ക് നമ്മൾ ഏത് സൈഡിലേക്കാണോ ഫ്രണ്ട് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് ആ സൈഡിലേക്ക് തിരിക്കാനും പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാബ് വാക്ക് ചെയ്യാം. ക്രാബ് വാക്ക് നിങ്ങൾ റീസെൻ്റ്ലി ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഹമ്മർ EVയിലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് ജിംനിയിലാണ്. എന്തായാലും ഇത് വളരെ ഒരു എഫേർട്ടിൻ്റെ ശേഷം, ഒരുപാട് എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 മാസത്തെ വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വർക്കിൻ്റെ എല്ലാം എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഓഫ് റോഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും സക്സസ്ഫുള്ളി ചെയ്തു. നമ്മൾ ഉപയോഗിച്ച ശീലമാവേണ്ട ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ബാക്കിയെല്ലാം കൊണ്ട് നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഡൺ ജോബാണ്. അപ്പോൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ. ഇത് എന്തൊക്കെ ചെയ്യുന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. സോ നിങ്ങൾ കണ്ടല്ലോ, ജിംനിയുടെ ഫ്രണ്ട് ആക്സിലിൻ്റെ എൻഡിൽ വന്നിരിക്കുന്ന ഈ ഒരു മെക്കാനിസം നമ്മൾ റിയറിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഹൈഡ്രോളിക്, ഫ്രണ്ടിൽ വന്ന പോലെയല്ല റിയർ വീൽ സ്റ്റിയറിംഗിൽ ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാക്ടറിൽ വരുന്ന പ്രഷർ പമ്പുള്ള സിസ്റ്റമാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രഷർ. അപ്പോൾ സ്പീഡിലാക്കണമെങ്കിലും കുറയ്ക്കണമെങ്കിലും പറ്റും ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ പുറമെ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ റിയർ വീലാണ്, അതുകൊണ്ടുള്ള ഹെവി ആക്കിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കൺട്രോൾ ചെയ്യുന്ന നമ്മൾ ഫ്രണ്ടിൽ നിന്നും ഗിയർ ലെവലിൽ കൊടുത്തിരിക്കുന്ന 2 ബട്ടണിൽ മാത്രമാണ്, ആ 2 ലിവറിലാണുള്ളത്. ആ 2 ബട്ടണിൽ മാത്രം നമുക്ക് ഏത് സൈഡിലേക്ക് തിരിയണം എന്നുള്ളത് തീരുമാനിക്കാം. റൈറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്ക് തിരിയും, ലെഫ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയും. ഇനി നമ്മൾ ഫ്രണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് റിയറിലുള്ള സ്റ്റിയറിങ്ങിൻ്റെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഇപ്പോൾ റൈറ്റിലേക്ക് ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റിലേക്കാണ് ഫ്രണ്ട് തിരിഞ്ഞെങ്കിൽ ക്ലോസ് ടേണിംഗ് റേഡിയസിൽ നമുക്ക് തിരിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം G ടേണിലെല്ലാം കണ്ട പോലെയാണ് അത്. എന്നത് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് എന്ത് തിരിച്ചു, ഇതും റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പോകുന്നത് നമ്മൾ ക്രാബ് വാക്ക് പോലെ. അപ്പോൾ സൈഡിൽ എടുക്കണമെങ്കിൽ നമുക്ക് പറ്റും. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷാർപ്പ് ടേൺസ് എടുക്കുക എന്നുള്ളതാണ്. ഷാർപ്പ് ടേൺ പലപ്പോഴും നമുക്ക് ഓഫ് റോഡ് കോമ്പറ്റീഷനിലെല്ലാം ഷാർപ്പ് ബെൻഡ് എടുക്കുമ്പോൾ നമുക്ക് 2-3 പോയിൻറ്റ്സ് ടേൺ എടുക്കാൻ പറ്റില്ല, സമയം പോകും. അപ്പോൾ അതിനാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പർപ്പസ് പറഞ്ഞാൽ ക്രാബ് വാക്ക്. ഇപ്പോൾ നമ്മളൊരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഔട്ടർ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അടുത്ത ട്രെയിനിലേക്ക് മാറണമെങ്കിൽ നമ്മൾ
ടേൺ ചെയ്തെടുക്കുന്നതായിട്ടല്ല ക്രാബ് വാക്കിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്ത് നേരെ പോയി പിന്നെ വീണ്ടും നമുക്ക് ട്രാക്കിലേക്ക് വരാനും പറ്റും. ഇതൊരു പർപ്പസ് ആയിട്ടുള്ള യൂസേജാണ്. ഇതിൻ്റെ പുറമെ നമുക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ ഫൺ ചെയ്യാം. ഇങ്ങനെ നല്ലൊരു ഓപ്പൺ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡോണറ്റ്സ് അടിക്കാം, ക്രാബ് വാക്ക് ചെയ്യാം, അതെല്ലാം ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചെയ്യുമ്പോൾ സൗകര്യമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ പലരും ഒരുപാട് വർഷങ്ങളത്തെ എഫേർട്ടും കാര്യം കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാറില്ല. നമ്മളിത് 2 months കൊണ്ട് ഡെവലപ്പ് ചെയ്തത് ബേസിക് മെക്കാനിസം നമ്മൾ മനസ്സിലാക്കി. ഇതിൽ വന്നിട്ട് ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റം അതൊരു കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അത് നമുക്ക് മെക്കാനിക്കലി യൂസ് ചെയ്യുമ്പം എപ്പോഴും ചാലഞ്ചാണ്. നമ്മളത് എപ്പോഴും മെക്കാനിക്കലി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഫ്രണ്ട് സ്റ്റെയറിങ്ങും അതുപോലെ തന്നെ ഇതും കൂടെ കൺട്രോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിതിന് വേണ്ടിയിട്ടൊരു ഇലക്ട്രോണിക് ബോർഡ് ഡെവലപ്പ് ചെയ്തു. അതിലൂടെ കറണ്ട് കൺട്രോൾ ചെയ്തു. അത് നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ ബട്ടൺ റൂസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് സ്ട്രെയിറ്റ് ആവും സ്റ്റിയറിംഗ്. അതെങ്ങനെയാണ് ഞാൻ കാണിക്കുക. അപ്പം സ്റ്റിയറിംഗ് ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും. അപ്പോൾ നമുക്ക് അപ്പം വേണമെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ആക്കി ഓടിക്കാൻ പറ്റും. ഇനി നമുക്കിത് ലോക്കാക്കി വെക്കണമെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ട്. അത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അവിടെ സ്റ്റക്ക് ആവുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഏറ്റവും ഈസിലി യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് പ്രത്യേകിച്ച് കോമ്പറ്റീഷനിൽ പോകുമ്പോൾ നമ്മൾ മൈൻഡ് വളരെ ഫാസ്റ്റായിട്ടേക്കും ഫ്ലെക്സിലും വർക്ക് ചെയ്യണ്ടാവും. ആ റിഫ്ലെക്സ് വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ജസ്റ്റ് കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും, നോർമൽ ഡ്രൈവ് ആയിരിക്കും പോകുന്നുണ്ടാവും. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് കാണിച്ചത്. സാധാരണ ജിമ്മിൽ നിന്ന് നിങ്ങൾക്ക് 2 പുതിയ ബട്ടൺസ് മാത്രമാണ് നമ്മൾ ഈ ഒരു റിയർ വീൽ സ്റ്റിയറിംഗ് വെക്കുന്നുകൊണ്ട് വരുന്നുള്ളൂ. ബാക്കി നമ്മൾ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വരുന്ന 2 സാധനം, ഒന്ന് ഈ ഗിയർ ലെവറിൻ്റെ മേലുള്ള 2 ബട്ടൺസും പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ഓൺ ഓഫ് ബട്ടണാണ്. അത് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം നമ്മൾ എവിടെയാണോ ഓഫ് ആക്കിയിട്ടുള്ളത് അവിടെ ലോക്കായി നിൽക്കും. ഇത് വർക്ക് ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റിലുള്ള റൈറ്റിലേക്കും വേണം പോകാം. ഞങ്ങൾക്ക് ഡെമോ ചെയ്തുതരാം. ഇപ്പം ഉള്ളത് ആക്ച്വലി ലോക്ക് പൊസിഷനിലാണ്. ഇനി അത് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ടയർ നീങ്ങുന്നത് കാണാം. ഇതിപ്പം ഞാൻ വണ്ടി ഓൺ ആക്കിയിട്ടില്ല, സ്റ്റിൽ ബാറ്ററി തന്നെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് പ്രവർത്തിക്കുന്നത് കാണാം. ലെഫ്റ്റിലേക്ക്, റൈറ്റിൽ. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന വെറുതെ ഈ ഒരു ബട്ടണിലാണ്. ഇപ്പം നേരത്തെ ഞാൻ ലെഫ്റ്റിൽ റൈറ്റിൽ ലോക്ക് ആക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. റൈറ്റിലേക്ക് ഞാൻ തിരിച്ചിട്ട് ഇവിടെ ഹൈഡ്രോളിക് ബട്ടൺ ഓഫ് ആക്കും. അപ്പോൾ ലോക്കായി നിൽക്കുന്നത് കണ്ടോളൂ. കൈ ഫ്രീ ആണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇത്രയും സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാം. ഒറ്റ സംഗതികളും നമ്മളൊന്ന് ഉപയോഗിച്ച് പരിചിതമാവണമെന്നുള്ളൂ. പരിചിതമായി കഴിഞ്ഞാൽ നല്ല ഫണ്ണാണ്. ഇറ്റ്സ് ഗുഡ് ഫൺ. ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് വർക്ക്സ്. ബേസിക്കലി ഇതിൽ വന്നിരിക്കുന്ന എല്ലാം തന്നെ മസിൽ മെമ്മറിയാണ്. ഇപ്പോൾ നമ്മളിതിങ്ങനെ യൂസ്ഡ് ആയിട്ട് വരണം. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ട റൈറ്റിലേക്കാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ മൈൻഡ് റൈറ്റിലേക്ക് ഞാൻ പോകുന്നു, പക്ഷേ ഇത് റൈറ്റിലേക്കാണ് തിരിച്ചെങ്കിൽ ആക്ച്വലി ഞാൻ ക്രാബ് വാക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും എനിക്ക് റൈറ്റ് ടേൺ കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ക്രാബ് ടേൺ ആണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് സ്റ്റെയറിംഗ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ റിയറിലും കൺട്രോൾ ചെയ്യണം. അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കൺട്രോൾ ലഭിക്കും. ഞാൻ അവിടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുന്നത്. ആൻഡ് സീ, ഓക്കെ, ഇറ്റ്സ് ഓൾ ഫൺ തിങ്സ്, ബട്ട് ഒരു പേർപ്പസിനുള്ളതാണ്. നമ്മളെല്ലാവരും അവിടെ ഫുള്ള് മണ്ണിൽ കുളിക്കുകയാണ്. ഇപ്പം ഇനി ഇതിൽ അടുത്തൊരു കാര്യമുള്ള ക്രാബ് വാക്കാണ് ഞാൻ കാണിക്കാം. പക്ഷേ ഇതിലൊരു കാര്യമുള്ള നമുക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ്, നമ്മളെ മെമ്മറി, മസിൽ മെമ്മറി സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടേക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ക്രാബ് വാക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണെങ്കിൽ പോകേണ്ടത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വീല് ലെഫ്റ്റിലേക്ക് തിരിയണം. അപ്പോൾ നമ്മൾ റൈറ്റിലുള്ള ബട്ടൺ അമർത്തിയാലായിരിക്കും ലെഫ്റ്റിലേക്ക് തിരിയുണ്ടാവുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്രാബ് വാക്ക് ആയിട്ടാണ് പോണത്. അതുതന്നെ നമുക്ക് റിവേഴ്സിലും ചെയ്യാം.
ഇത് നമുക്ക് ഓപ്പോസിറ്റിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പർപ്പസിനാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പർപ്പസ് പറഞ്ഞാൽ ഓഫ് റോഡിൽ നമുക്ക് ടൈറ്റ് ടേൺ എടുക്കാൻ, പെട്ടെന്ന് ഈ ട്രാക്ക് മാറാൻ, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടേൺ എടുക്കണമെങ്കിൽ എല്ലാം ചെയ്യാൻ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജി ക്ലാസിൻ്റെ ഇലക്ട്രിക് മോഡലായിട്ടുള്ള G58 ജി ടേണും അതേപോലെ തന്നെ ജി സ്റ്റിയറിലെല്ലാം കണ്ടിട്ടുണ്ട്. സെയിം സംഗതി തന്നെയാണ്, വേറെ തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാലതും വളരെ ഒരു തോട്ട്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള മെക്കാനിസമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ കുറേ കോസ്റ്റ് എടുത്ത് നമുക്ക് എന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. താല്പര്യമുള്ളവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം, നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം. നമുക്കിത് ചെയ്തെടുത്തുള്ള വ്യക്തിനായിട്ട് കാണാം, പരിചയപ്പെടാം. ഇതാണ് ദ മാൻ ബിഹൈൻഡ് അജിത് കുമാർ, നമ്മൾ അജുട്ടെന്ന് വിളിക്കുന്നത്. അപ്പോൾ അജുട്ടാ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ മെനക്കെടൽ? നല്ല മെനക്കെടലായിരുന്നു, വലിയൊരു ടാസ്ക് ആയിരുന്നു. നമ്മൾ ഇത് ഏറ്റെടുക്കുമ്പോൾ ഒട്ടും എന്താ പറയുക, ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയ ഒരു പകുതി എത്തുമ്പോഴാണ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിന് കുറേ പരിമിതികളുണ്ട്. മറ്റുള്ള പിന്നെ റിയർ സ്റ്റിയറിംഗ് ചെയ്ത പോലെയല്ല. കാരണം സ്റ്റോക്ക് സെറ്റപ്പിൽ തന്നെ വേണമെന്നായിരുന്നു കസ്റ്റമറിന്റെ റിക്വയർമെന്റ്. അയാൾക്ക് റോഡിൽ ഓടിക്കണം. സോ അങ്ങനെ വരുമ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഉള്ളിൽ തീരണം, അല്ലെങ്കിൽ അത് മറ്റുള്ള സാധനങ്ങളെ തട്ടല് മുട്ടല് അങ്ങനത്തെ നോർമൽ ഇഷ്യൂസുകൾ കൂടുതലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങൾ നമ്മൾ എന്താ പറയുക, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എക്സ്പെരിമെന്റ് ജാസ്തി ഓരോ പ്രാവശ്യങ്ങളും ഫിറ്റ് ചെയ്ത് വീണ്ടും ഫിറ്റ് ചെയ്യുക, പിന്നെ ലൈറ്റിൽ പോവുക, ഇങ്ങനത്തെ ഒരു 10 പ്രാവശ്യങ്ങൾ ഊരിണ്ടാവും. അതിന്റെ മോർ ദാൻ ഒരു 15+ ഊരുണ്ട് വന്നു. കാരണം നമുക്കത് നമ്മളുടെ ഈ സ്റ്റോക്ക് സെറ്റപ്പ് ആയതുകൊണ്ട്, കാരണം സ്റ്റോക്ക് സെറ്റപ്പിന്റെ ഉള്ളിൽ ഈ റേഡിയസ് ടേണിംഗ് റേഡിയസ് ഉണ്ടാക്കേണ്ട ഒരു വിഷയം വന്നു. പക്ഷെ ഇപ്പൊ ബോഡി ടച്ച് ഒന്നുമില്ല. ഇപ്പൊ ഒന്നുമില്ല. നമ്മള് ആക്ച്വലി ബോഡിയിൽ അല്ലെങ്കിലും ടച്ച് ചെയ്യില്ലായിരുന്നു. ഇതിന്റെ ആമില് സിംഗാമിലൊക്കെ വരുന്ന തട്ടുന്ന ഭാഗങ്ങളിലൊക്കെ വരുന്ന ഇഷ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രോണിക്സ് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് സെൻസേഴ്സും സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്തു. ത്രൂ വർക്ക് ചെയ്യുന്നത് നമ്മൾ ടോഗിൾ സ്വിച്ചസിൽ വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് അകത്തിരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് ഫിംഗർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടേണിലും ഓപ്പോസിറ്റ് ചെയ്താൽ പുതിയ ക്രാബ് വാക്ക് പോലെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്ന് ആ ഒരു സമയം എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട സമയം എടുത്തത് ഇതാദ്യമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അത് കൂടെ നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളൊരു സമയം, പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചെറിയ സമയത്ത് ഇതിന് ആദ്യമായിട്ട് വണ്ടി ആയതുകൊണ്ട് മുമ്പേ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, നമുക്ക് അവിടെ റൂൾ ബുക്സ് ഒന്നുമില്ല. അപ്പം അത് ഇനി നമ്മൾ പുതിയ അടുത്ത പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വെരി ഈസിയാണ്. എല്ലാ മെഷർമെന്റ്സും നമ്മൾ സെറ്റാണ് അത് വെച്ച് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞ പാടങ്ങൾ നേരെ വാഗമണിലേക്കല്ലേ കൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. റോഡിൽ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായി, കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു കോമ്പറ്റീഷൻ ഒരു ഇവന്റിൽ കൊണ്ടുപോയി ഓടിച്ചു. അവിടെ ബ്രേക്ക് ഡൗണോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ. പിന്നെ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ എത്ര സമയം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇപ്പം ഇനിയൊക്കെ ഒരു 1 മന്തിന്റെ താഴെ തന്നെ ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 4ന്റെ അടുത്തൊക്കെ എത്തും. കാരണം ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം ഓയിൽ ഫിറ്റ്മെന്റേ കിട്ടുള്ളൂ. നമുക്ക് സെക്കൻഡ് ഹാൻഡ് പാർട്സ് ഒന്നും മേടിക്കാൻ കിട്ടാനില്ല. സോ സെക്കൻഡ് ഹാൻഡ് പാർട്സ് മേടിക്കുമ്പോൾ നമ്മളെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ക്വാളിറ്റീനെക്കാട്ടി പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽ ഫിറ്റ്മെന്റുകൾ മാരുതിയിൽ ഓർഡർ കൊടുത്ത് 15 days ഒക്കെ ഈ ടൈം ഡിലേ വരുന്നത് കാരണമാണ് നമുക്ക് ഈ ഒരു സമയം വരുന്നത്. കാരണം അവർ പ്രീ ഓർഡർ നമ്മൾ ഫാക്ടറിയിൽ കൊടുത്തിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇത് വരണം, അത് വന്നിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് കോസ്റ്റ് കുറച്ച് കൂടുന്നത്. നമ്മളിപ്പോൾ മറ്റുള്ള വാഹനങ്ങളിൽ ചെയ്യുമ്പോൾ ഇത്രയും കോസ്റ്റ് വരില്ല. കാരണം നമുക്ക് ലൈക്ക് മഹീന്ദ്രന്റെ പാർട്സോ അങ്ങനെയൊക്കെ മേടിച്ച് കയറ്റുമ്പോൾ അത്രയും കോസ്റ്റ് വരില്ല. ഇതിപ്പോൾ നമുക്ക് മാനുവലാണെങ്കിലും ഓട്ടോമാറ്റിക്കലാണെങ്കിലും കുഴപ്പമില്ലല്ലോ, ഏത് വണ്ടിയിലും ഉപയോഗിക്കാം. മാനുവൽ ഓട്ടോമാറ്റിക് ഒരു ഇഷ്യൂ ഇതിന് വരുന്നില്ല. കാരണം റിയർ വീലിൽ മാത്രമേ ഈ ഡ്രൈവും ഈ സംവിധാനങ്ങളും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ സാജുവേട്ടനെ കണക്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുക, പൊളിക്കുക അല്ലേ? അതെ ഉപയോഗിക്കുക. കാരണം ഇത് ജിംനി ഉപയോഗിക്കുന്ന ആളുകളുടെയും ഒരു പ്രശ്നം, ടേണിംഗ് റേഡിയസ് ഒരു ഇഷ്യൂസ് ഓൾറെഡി ഇതിനുണ്ട് ഓഫ് റോഡിങ്. ബട്ട് അപ്പൊ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ഈ ചെറിയ സ്ഥലത്ത് തന്നെ ഇത് വളരെ ഈസിലി. എനിക്ക് ഇപ്പൊ ചിലപ്പോ തോന്നുന്നു ഫ്രണ്ടിലെ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും ചെറിയ വണ്ടി ആയതുകൊണ്ട് വളരെ ചെറിയ സ്ഥലത്ത് ഇത് തിരിയും.
എനിവേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വെച്ചാ ഇതിന്റെ ഒരു ഫണ്ട് കിട്ടണ ഇത് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ അതോ, പറഞ്ഞാലൊന്നും സത്യം ഫീൽ കേട്ടോ. ചെയ്യൂല. നിങ്ങൾ കാണുന്ന കാഴ്ച ആരെല്ലാം ഉപയോഗിക്കുമ്പോൾ ഫീൽ വേറെ ഭയങ്കര തന്നെ. ഡിഫറെന്റ് ആണ്. ഏതായാലും ഗ്രേറ്റ് ജോബ്. Okay, thank you. താങ്ക്സ് ഫോർ കമ്മിങ്. Yes.